LDFിനും UDFിനും അവരുടേതായ രീതിയിൽ ആഹ്ലാദിക്കാൻ സാധ്യമാകുന്ന ഫലങ്ങളാണ് ശനിയാഴ്ച ഉണ്ടായത്. വയനാടും പാലക്കാടും UDF നിലനിർത്തിയപ്പോൾ ചേലക്കരയിൽ LDFിന് വേണ്ടി CPM തങ്ങളുടെ 28 കൊല്ലത്തെ തേരോട്ടം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ആകെ നഷ്ടം BJPക്ക് മാത്രം. ഈ ഫലങ്ങൾ തീർച്ചയായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത കൊല്ലം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും വിരൽ ചൂണ്ടുന്ന ഫലങ്ങളാണ്. കേരള രാഷ്ട്രീയം ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് ഈ ഉത്തരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മത്സര രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും ഇറങ്ങില്ല എന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ കന്നിയംഗം വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സഹോദരൻ രാഹുൽ നേടിയ ഭൂരിപക്ഷത്തെ കവച്ചു വയ്ക്കുന്നതായിരുന്നു. ഏതാണ്ട് 10% പോളിംഗ് കുറഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഈ 52കാരി വിജയിച്ചത്. ഒരുപക്ഷെ ആ വിജയം ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു. ഭൂരിപക്ഷം എത്രയായിരുന്നു എന്ന് മാത്രമായിരുന്നു ചോദ്യങ്ങൾ. പ്രിയങ്കയുടെ അകമഴിഞ്ഞ സ്നേഹ പ്രകടനത്തിന് വയനാട്ടുകാർ വീണ്ടും കൈപൊക്കുകയായിരുന്നു. എന്നാൽ പാലക്കാട് സ്ഥിതി വ്യത്യസ്തമായിരുന്നു. കേരളം ഇന്നോളം കാണാത്ത വൃത്തികെട്ട രാഷ്ട്രീയമാണ് അവിടെ അരങ്ങേറിയത്. അതൊരു പുതുമുഖമായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുലിന് അനുകൂലമായ അടിയൊഴുക്കാണ് ഉണ്ടാക്കിയത്. 2019 ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷം മറികടന്നാണ് രാഹുൽ വിജയക്കൊടി പാറിച്ചത്. 2021 ആലത്തൂർ CPM സ്ഥാനത്ത് നിന്ന് വിജയിച്ച K രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം CPMന് ലഭിച്ചില്ലെങ്കിലും ഇത്തവണ UR പ്രദീപിന്റെ വിജയം ഒട്ടും മങ്ങലേൽപ്പിച്ചില്ല. ഇരുമുന്നണികൾക്കും BJPക്കും ഒരുപാട് പാഠം പഠിപ്പിച്ചാണ് ഈ മൂവരെയും ജനങ്ങൾ വിജയിപ്പിച്ചത്. നേരായ രാഷ്ട്രീയത്തിൽ മാത്രമേ കേരളത്തിന് സ്ഥാനമുള്ളൂ എന്ന് തെളിയിക്കുന്ന 4ാം തവണയും പാലക്കാട് CPMന് തഴഞ്ഞു. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നമല്ലാതെ ഒരു സ്ഥാനാർത്ഥിയെ നിലനിർത്തുമ്പോൾ തന്നെ CPM അവരുടെ പരാജയം സമ്മതിക്കുകയായിരുന്നു. ഇതുകൂടാതെ ട്രോളി വിവാദം, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ വില കുറഞ്ഞ സംവാദവും ഭൂഷണവുമെല്ലാം വോട്ടർമാർ പാടെ നിരാകരിക്കുകയായിരുന്നു. പഞ്ചായത്തുകൾ, പാർലമെന്റുകൾ എന്നിവിടെ ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാൻ വെമ്പൽ കാട്ടുന്ന BJPയെ തങ്ങൾ മത്സരിക്കുന്ന മുനിസിപ്പൽ വാർഡുകളിൽ പോലും ഏറെ പിന്നോട്ട് പോയ അവസ്ഥയാണ് നാം കണ്ടത്. ഇത് വൈകിയ വേളയിൽ BJPയുടെ ശക്തനായ നേതാവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവും രാഹുലിന് മുതൽക്കൂട്ടായി. തങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ രാഹുൽ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു മികച്ച രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് CPMന് കിട്ടാത്ത മുന്തിരി പുളിക്കും പോലെ പത്രപരസ്യങ്ങൾ നൽകി വില കുറച്ച് കാണിക്കാൻ ശ്രമിച്ചത് രാഹുലിന് അനുകൂലമായാണ് ഫലിച്ചത്. എന്നാൽ ചേലക്കരയിലെ പാഠം മറ്റൊന്നായിരുന്നു. ഒരുപോലെ ഇടതുപക്ഷവും UDFും സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട വോട്ടിംഗ് പാറ്റേൺ ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ 24,000-ലേറെ വോട്ടുകൾ നേടിയ BJP അവിടെ ഇക്കുറി 34,000-ലേറെ വോട്ടുകൾ നേടി എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയും പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ്. ചേലക്കരയിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു രീതിയിലും തള്ളിക്കളയാവുന്നതല്ല. BJP അവിടെ കൂടുതലായി നേടിയ വോട്ടും PV അൻവറിന്റെ DMKയുടെ സ്ഥാനാർത്ഥി മുൻ AICC അംഗം NK സുധീറിന് ലഭിച്ച 3000-ലേറെ വോട്ടുമാണ് രമ്യ ഹരിദാസിനെ പിന്നിലാക്കിയത്. അവിടുത്തെ ഫലം ഒരു രീതിയിലും ഒരു ഭരണ അനുകൂലമാണെന്ന് ആർക്കും വിലയിരുത്താൻ സാധിക്കില്ല. പ്രദീപിന്റെ വിജയം എല്ലാ അർത്ഥത്തിലും K രാധാകൃഷ്ണന്റെ സ്വാധീനമാണ് വിജയിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്കുള്ള അവലോകനമാണ് നമ്മെ കാത്തിരിക്കുന്നത്. കേരളം ഇനി എന്ത്, ഇനി എങ്ങോട്ട് എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.